പുറപ്പാട് പുസ്തകം അധ്യായം 26. തിരുനിവാസത്തെ പിരിച്ച പഞ്ഞിനൂൽ, നീലനൂൽ, ധൂമ്രനൂൽ, ചുമപ്പുനൂൽ എന്നിവ കൊണ്ടുണ്ടാക്കിയ 10 മൂടുശീല കൊണ്ട് തീർക്കണം. നെയ്ത്തുകാരുടെ ചിത്രപ്പണിയായ കെരൂബുകൾ ഉള്ളവയായി അവയെ ഉണ്ടാക്കണം. ഓരോ മൂടുശീലയ്ക്ക് 28 മുഴം നീളവും ഓരോ മൂടുശീലയ്ക്ക് 4 മുഴം വീതിയും, ഇങ്ങനെ മൂടുശീലയ്ക്ക് എല്ലാം ഒരു അളവ് ആയിരിക്കണം. 5 മൂടുശീല ഒന്നിനോടൊന്ന് ഇണപിരിഞ്ഞിരിക്കണം. മറ്റേ 5 മൂടുശീലയും ഒന്നിനോടൊന്ന് ഇണച്ചിരിക്കണം. ഇങ്ങനെ ഇണച്ചുണ്ടാക്കിയ ഒന്നാമത്തെ വിരിയുടെ അറ്റത്തുള്ള മൂടുശീലയുടെ വിളുമ്പിൽ നീലനൂൽ കൊണ്ട് കണ്ണി ഉണ്ടാക്കണം. രണ്ടാമത്തെ വിരിയുടെ പുറത്തെ മൂടുശീലയുടെ വിളുമ്പിലും അങ്ങനെ തന്നെ ഉണ്ടാകണം. ഒരു മൂടുശീലയിൽ 50 കണ്ണി ഉണ്ടാകണം. രണ്ടാമത്തെ വീതിയുള്ള മൂടുശീലയുടെ വിളുമ്പിലും 50 കണ്ണി ഉണ്ടാകണം. കണ്ണി നേർക്കുനേരെ ആയിരിക്കണം. പൊന്നുകൊണ്ട് 50 കൊളുത്തും ഉണ്ടാകണം. തിരുനിവാസം ഒന്നായിരിക്കാൻ തക്കവണ്ണം മൂടുശീലകളെ കൊളുത്തുകൊണ്ട് ഒന്നിച്ച് ഇണയ്ക്കണം. തിരുനിവാസത്തിന്മേൽ മൂടുവിരിയിൽ കോലാട്ട് രോമം കൊണ്ടുള്ള മൂടുശീല ഉണ്ടാകണം. 11 മൂടുശീല വേണം. ഓരോ മൂടുശീലയ്ക്ക് 30 മുഴം നീളവും ഓരോ മൂടുശീലയ്ക്കും 4 മുഴം വീതിയും, ഇങ്ങനെ മൂടുശീല 11നും ഒരു അളവ് ആയിരിക്കണം. 5 മൂടുശീല ഒന്നായും 6 മൂടുശീല ഒന്നായും ഇണച്ച് ആറാമത്തെ മൂടുശീല കൂടാരത്തിന്റെ മുൻവശത്ത് മടക്കിയിടണം. ഇണച്ചുണ്ടാക്കിയ ഒന്നാമത്തെ വിരിയുടെ അറ്റത്തുള്ള മൂടുശീലയുടെ വിളുമ്പിൽ 50 കണ്ണിയുള്ള രണ്ടാമത്തെ വിരിയുടെ മൂടുശീലയുടെ വിളുമ്പിൽ 50 കണ്ണിയും ഉണ്ടാകണം. താമ്രം കൊണ്ട് 50 കൊളുത്തും ഉണ്ടാക്കി കൊളുത്ത് കണ്ണിയിലിട്ട് കൂടാരം ഒന്നായിരിക്കത്തക്കവണ്ണം ഇണച്ച് കൊള്ളണം. മൂടുവിരിയുടെ മൂടുശീലയിൽ മിച്ചയായി കവിഞ്ഞു കിടക്കുന്ന പാതി മൂടുശീല തിരുനിവാസത്തിന്റെ പിൻവശത്ത് തൂങ്ങിക്കിടക്കണം. മൂടുവിരിയുടെ മൂടുശീല നീളത്തിൽ ശേഷിച്ചുള്ളത് ഇപ്പുറത്ത് 1 മുഴവും അപ്പുറത്ത് 1 മുഴവും, ഇങ്ങനെ തിരുനിവാസത്തെ മൂടേണ്ടതിന് അതിന്റെ 2 പാർശ്വങ്ങളും തൂങ്ങിക്കിടക്കണം. ചുവപ്പിച്ച ആട്ട് കൊറ്റത്തോൽ കൊണ്ട് മൂടുവിരിക്ക് ഒരു പുറംമൂടിയും അതിന്റെ മീതെ തകശു തോൽ കൊണ്ട് ഒരു പുറംമൂടിയും ഉണ്ടാകണം. തിരുനിവാസത്തിന് ഗദിരമരം കൊണ്ട് നിവരെ നിൽക്കുന്ന പലകകളും ഉണ്ടാക്കണം. ഓരോ പലകയ്ക്ക് 10 മുഴം നീളവും 1.5 മുഴം വീതിയും ഉണ്ടായിരിക്കണം. ഓരോ പലകയ്ക്ക് ഒന്നിനോടൊന്ന് ചേർന്നിരിക്കുന്ന 2 കുടുമ ഉണ്ടായിരിക്കണം. തിരുനിവാസത്തിന്റെ പലകയ്ക്ക് ഒക്കെയും അങ്ങനെ തന്നെ ഉണ്ടാകണം. തിരുനിവാസത്തിന്റെ പലകകൾ ഉണ്ടാകണം. തെക്ക് വശത്ത് 20 പലക, 20 പലകയ്ക്കും താഴെ വെള്ളി കൊണ്ട് 40 ചൂട്. ഒരു പലകയുടെ അടിയിൽ 2 കുടുംബയ്ക്ക് 2 ചൂടും, മറ്റൊരു പലകയുടെ അടിയിൽ 2 കുടുംബയ്ക്ക് 2 ചൂടും, ഇങ്ങനെ 20 പലകയുടെയും അടിയിൽ വെള്ളി കൊണ്ട് 40 ചുവട് ഉണ്ടാകണം. തിരുനിവാസത്തിന്റെ
മറുപുറത്ത് വടക്ക് വശത്ത് 20 പലകയും ഒരു പലകയുടെ താഴെ ഒരു 2 ചുവട്, മറ്റൊരു പലകയുടെ താഴെ 2 ചുവട്, ഇങ്ങനെ അവയ്ക്ക് 40 വെള്ളിച്ചുവടും ഉണ്ടാകണം. തിരുനിവാസത്തിന്റെ പിൻവശത്ത് പടിഞ്ഞാറോട്ട് 6 പലക ഉണ്ടാകണം. തിരുനിവാസത്തിന്റെ 2 വശത്തുമുള്ള മൂലയ്ക്ക് ഈ 2 പലക ഉണ്ടാകണം. ഇവ താഴെ ഇരട്ടിയായിരിക്കണം. മേലറ്റത്തോളം വളയം വരെ തമ്മിൽ ചേർന്ന് ഒറ്റയായിരിക്കണം. രണ്ടിലും അങ്ങനെ തന്നെ വേണം. ഇവ 2 മൂലയ്ക്കും ഇരിക്കണം. ഇങ്ങനെ 8 പലകയും അവയുടെ വെള്ളിച്ചുവട്, ഒരു പലകയുടെ അടിയിൽ 2 ചുവട്, മറ്റൊരു പലകയുടെ അടിയിൽ 2 ചുവട്, ഇങ്ങനെ 16 വെള്ളിച്ചുവടും വേണം. ഗദിരമരം കൊണ്ട് അന്താഴങ്ങൾ ഉണ്ടാക്കണം. തിരുനിവാസത്തിൽ ഒരു ഭാഗത്തെ പലകയ്ക്ക് 5 അന്താഴം, തിരുനിവാസത്തിലെ മറുഭാഗത്തെ പലകയ്ക്ക് 5 അന്താഴം. തിരുനിവാസത്തിന്റെ പടിഞ്ഞാറേ ഭാഗത്തും പിൻവശത്തെ പലകയ്ക്ക് 5 അന്താഴം. നടുവിലത്തെ അന്താഴം പലകയുടെ നടുവിൽ ഒരു അറ്റത്തു നിന്ന് മറ്റേ അറ്റത്തോളം ചെല്ലുന്നതായിരിക്കണം. പലക പൊന്നുകൊണ്ട് പൊതിയുകയും അന്താഴം ചെലുത്തുവാനുള്ള അവയുടെ വളയങ്ങൾ പൊന്നുകൊണ്ട് ഉണ്ടാക്കുകയും വേണം. അന്താഴങ്ങൾ പൊന്നുകൊണ്ട് പൊതിയണം. അങ്ങനെ പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന പ്രമാണപ്രകാരം നീ തിരുനിവാസം നിവർത്തണം. നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ഒരു തിരശ്ശീല ഉണ്ടാക്കണം. നെയ്ത്തുകാരന്റെ ചിത്രപ്പണിയായ കെരൂബ് ഉള്ളതായി അതിനെ ഉണ്ടാക്കണം. പൊന്ന് പൊതിഞ്ഞതും പൊൻകൊളുത്തുള്ളതും വെള്ളി കൊണ്ടുള്ള 4 ചൂടിന്മേൽ നിൽക്കുന്നതുമായ 4 ഖദിര സ്തംഭങ്ങളിന്മേൽ അത് തൂക്കിയിടണം. കൊളുത്തുകളിൽ തിരശ്ശീല തൂക്കി സാക്ഷിപട്ടകം തിരശ്ശീലയ്ക്ക് അകത്ത് കൊണ്ടുചെന്ന് വെക്കണം. തിരശ്ശീല വിശുദ്ധ സ്ഥലം അതിവിശുദ്ധ സ്ഥലം തമ്മിൽ വേർതിരിക്കുന്നതായിരിക്കണം. അതിവിശുദ്ധ സ്ഥലത്ത് സാക്ഷ്യപട്ടകത്തിന്റെ മീതെ കൃപാസനം വയ്ക്കണം. തിരശ്ശീലയോട് പുറമെ മേശയ്ക്ക് എതിരെ തിരുനിവാസത്തിന്റെ തെക്ക് ഭാഗത്ത് നിലവിളക്കും വയ്ക്കണം. മേശ വടക്ക് ഭാഗത്ത് വയ്ക്കണം. നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യൽ പണിയായ ഒരു മറയും കൂടാരത്തിന്റെ വാതിക്കൽ ഉണ്ടാകണം. മറശ്ശീലയ്ക്ക് ഗദിരമരം കൊണ്ട് 5 തൂണുണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിയണം. അവയുടെ കൊളുത്ത് പൊന്നുകൊണ്ട് ആയിരിക്കണം. അവയ്ക്ക് താമ്രം കൊണ്ട് 5 ചുവടും വാർപ്പിക്കണം. നമ്മുടെ കർത്താവിന്റെ വചനമാണ് നമ്മൾ കേട്ടത്.